ഈ 7.5 വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്ന ആ, ഈ പൾസർ സുനി പൾസർ സുനിക്ക് പൾസർ സുനി പല തവണ ഏതാണ്ട് ഹൈക്കോടതിയിൽ തന്നെ 10 തവണ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. പിന്നെ വിചാരണ കോടതിയിൽ, അങ്ങനെ സുപ്രീം കോടതി വരെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി പറയുന്നു 7.5 വർഷക്കാലം ജയിലിൽ കടന്നു. മാത്രമല്ല, വിചാരണ ഇനി എന്ന് തീരും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഇവിടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഏറ്റവും അവസാനത്തെ സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ എടുത്തത് 85 ദിവസമാണ്. 1800 പേജുകളുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇനിയും ഇതെന്ത് വിചാരണ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി വിചാരണ ഇനിയും നീണ്ടുപോയേക്കും എന്ന അസംഷനിൽ, അങ്ങനെ ഒരു ധാരണയിൽ കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് പ്രതികൾ ബോധപൂർവം ഇതിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും അതിന്റെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് എന്നുമാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ പുറത്തിറങ്ങുന്ന പൾസർ സുനി ഈ കേസിൽ നിർണായകമായ തെളിവുകളെ ഒരുപക്ഷെ നശിപ്പിക്കാൻ ശ്രമിച്ചേക്കും എന്ന് അതിജീവിതയ്ക്ക് ആശങ്കയുണ്ടെങ്കിൽ അതിനോടൊപ്പം താങ്കളുണ്ടോ? തീർച്ചയായും. അതായത് ഗോപി, ഈ കേസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പൾസർ സുനി എന്ന് പറയുന്നയാൾ, ഇയാളെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പൾസർ സുനി ഒരു കൊടും ക്രിമിനൽ തന്നെയാണ്. വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യം മുകേഷിനുണ്ടായിരുന്നു, അതിനുശേഷം മുകേഷിനടുത്ത് നിന്ന് ദിലീപിനടുത്തേക്ക് വിട്ടു. ദിലീപിനടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ പൾസർ സുനി. അതില്ല എന്ന് കോടതി തെളിയിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചത്. പക്ഷേ ദിലീപിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നുള്ള കാര്യം സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം. ഒന്നത്. രണ്ട്, ഈ കൃത്യം നടന്നു കഴിഞ്ഞിട്ട് ഈ പൾസർ സുനിയുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ ആ മെമ്മറി കാർഡ് 3 കോടതികളിൽ നിന്ന് വെളിയിൽ പോയി. ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ഒരെണ്ണം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്, ഒരെണ്ണം വിചാരണ കോടതിയിൽ. ഈ 3 സ്ഥലത്ത് നിന്ന് ഈ മെമ്മറി കാർഡ് വെളിയിൽ പോയിട്ടും അത് ഹൈക്കോടതി അവസാനം ആ കേസ് എടുത്തിട്ട് വിധി പറയുന്നതിന്റെ തലേ ദിവസം ജഡ്ജി പിന്മാറി. അങ്ങനെ വന്ന ഒരു കേസാണിത്. അപ്പൊ അത് എങ്ങോട്ടേക്കാണ് ആ പോയ ആ മെമ്മറി കാർഡുകൾ അത് ചോർന്നിട്ടുണ്ടോ, ആരുടെയെങ്കിലും കൈവശമുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം. രണ്ട്, സംസ്ഥാന സർക്കാർ ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഇയാൾ അവിടുന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയാൽ ഇവിടുന്ന് മുങ്ങിക്കളയും. ഒരു സംസ്ഥാന സർക്കാർ പറയുന്നതാണ്, ഒരു പ്രതി മുങ്ങിക്കളയും. ഇനി അതല്ല, മുങ്ങിയില്ലെങ്കിൽ ഇയാള് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കപ്പെടണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് പോലും അറിയില്ല. അനന്തമായി വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നു. ദിലീപ് കുറെ കള്ളക്കഥകളൊക്കെ മെനഞ്ഞു. ഇതാണ് അത് ചിലപ്പോൾ സത്യമായിരിക്കും, 100% സത്യമായിരിക്കും സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആൾക്ക് ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥരായിട്ട് വിളിച്ച് സംസാരിച്ചായിരുന്നു. 63 മുതൽ 100 രൂപയ്ക്കകത്ത് വരെയാണ് അവരുടെ ശമ്പളം. ഈ 63 രൂപ മുതൽ 100 രൂപയ്ക്കകത്ത് വരെ അവിടെ ജയിലിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഈ പൾസർ സുനിക്ക് കിട്ടുമ്പോൾ ഈ 7 വർഷക്കാലം കൊണ്ട് എങ്ങനെയാണ് ഏകദേശം 1 കോടി രൂപയോളം ഇയാൾ ഉണ്ടാക്കുന്നത്? 4ാം തവണയാണ് സുപ്രീം കോടതിയിൽ ഇയാൾ ജാമ്യത്തിന് വേണ്ടി പോകുന്നത്. 25-30 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന വക്കീലിനെ അവിടെ വെക്കാൻ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത്? തന്റെ സഹ തടവുകാരനായിരുന്ന ഒരു ജിൻസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തൃശ്ശൂർക്കാരൻ. ഈ ജിൻസന്റെ കൂടെ എന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ എന്റെ ഫോണിൽ പണമില്ല എന്ന് പറഞ്ഞ് 250 രൂപ എനിക്ക് അയച്ചു തരണം എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഈ പൾസർ സുനി. ആ പൾസർ സുനിയാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സുപ്രീം കോടതിയിൽ പോയി ഇപ്പൊ ജാമ്യം നേടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഹൈക്കോടതിയിൽ തന്നെ എത്രയോ തവണ പോയിരിക്കുന്നു. ഒരു വക്കീലന്മാരും ഫ്രീ ആയിട്ടൊന്നും പോകില്ലല്ലോ. കമ്മീസാറിനൊക്കെ അറിയാമല്ലോ, ഫ്രീ ആയിട്ട് ആയിരുന്നെങ്കിലും വക്കീലന്മാർ പോകും, അല്ലെങ്കിൽ കോടതിയിൽ വക്കീലിനെ വെച്ചു കൊടുക്കണം. ഇത് കോടതി വെച്ചു കൊടുത്തതല്ല, പൾസർ സുനിയുടെ വക്കീൽ എന്ന് പറഞ്ഞിട്ട് പോയ ആളുകളാണ്. വിഷം മേടിക്കാൻ കാശില്ലാതിരുന്ന പൾസർ സുനിക്ക് ആരാണ് ഈ ലക്ഷങ്ങൾ മുടക്കി ഈ ജാമ്യം എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്? പിന്നെ ദിലീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ദിലീപ് ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ എത്ര തവണ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 68ഓളം ഹർജികളാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്, ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്. ഈ 68ഓളം ഹർജികൾ സുപ്രീം കോടതിയിൽ, അത്രത്തോളം ഏകദേശം കേസുകൾ ഹൈക്കോടതിയിൽ. അപ്പൊ ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായിട്ടുള്ള ഒരു ബലപരീക്ഷത്തിന് എന്ന പോലെയാണ് ഈ പ്രതിയായിരുന്ന 8ാം പ്രതിയായിരുന്ന ദിലീപ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഓരോ പ്രാവശ്യവും ഈ ഹർജികൾ ഇങ്ങനെ കൊടുത്ത് ഈ കേസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ആ കേസ് എന്നിട്ട് അനന്തമായി നീണ്ടുപോകുമെന്ന് പറയുക. ഈ മെമ്മറി കാർഡ് കോടതികളിൽ നിന്ന് പുറത്തു പോയ ഒരു കേസ്, ആ കേസിനകത്ത് എന്ത് ആവശ്യത്തിനാണ് ദിലീപ് പോയി കക്ഷി ചേർന്നത്? ദിലീപ് പ്രതിയാണോ അതിനകത്തല്ലല്ലോ. ദിലീപാണോ എടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന പോലെയല്ലേ ദിലീപ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത്? ദിലീപ് അതിൽ പോയി കക്ഷി ചേർന്നു, ആ കേസിലും പോയി കക്ഷി ചേർന്നു. ഇതിനിടയ്ക്കൂടെ ദിലീപിന് ജാമ്യം കൊടുത്തപ്പോ എന്താണ് പറഞ്ഞത്? ഈ കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ദിലീപിന് അന്ന് പറഞ്ഞത് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് പറഞ്ഞത്.
ദിലീപ് കർശനമായി ജാമ്യവ്യവസ്ഥകൾ പാലിച്ചു. കയ്യിരുന്ന ഫോണുകളെല്ലാം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഒരു ഫോൺ ഹൈക്കോടതി പോലും ചോദിച്ചിട്ട് ഒരെണ്ണം കൊടുത്തില്ല. ബാക്കിയുള്ളതിനകത്ത് കിട്ടിയ രേഖകളൊക്കെ അത്യാവശ്യമുള്ള രേഖകളൊക്കെയാണ് ഹൈക്കോടതി അവിടെ നിന്ന് എടുത്തത് എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ദിലീപ് ഇറങ്ങിയതിന് ശേഷമാണ് 21 സാക്ഷികൾ ഹോസ്റ്റലിലായത്. ഈ 21 സാക്ഷികളിൽ ഇതിനകത്ത് സിദ്ദിഖ്, അതുപോലെ തന്നെ പിന്നെ ബാമ, ബിന്ദു പണിക്കർ തുടങ്ങി വിടവിട ബാബു തുടങ്ങി 21 പേർ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുള്ളവരും കോടതിക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു സാക്ഷിയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. കോട്ടയത്തുള്ള ഒരു അച്ചായനെ, അങ്ങനെ അച്ചായൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, സിനിമ യൂണിറ്റുള്ള ആളാണ്. കണ്ണുകൊണ്ട് ഈ സുനി ലൊക്കേഷനിൽ നിൽക്കുന്നത്, ദിലീപിന്റെ ലൊക്കേഷനുള്ളതും ദിലീപുമായിട്ടുള്ള അടുപ്പം അറിയാവുന്ന ഒരാളെ കോടതി വളപ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും അന്വേഷണം നടന്നോ? ഇതുവരെ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. 21 പേർ കൂറുമാറി. അപ്പൊ ഈ കൂറുമാറി സ്വന്തമായിട്ട് കൂറുമാറിയതല്ലല്ലോ. സാഗർ എന്ന് പറയുന്ന സാക്ഷി, ആലപ്പുഴക്കാരൻ, അയാൾക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സാഗറിനെ കൊണ്ട് മൊഴി മാറ്റിച്ചു. അവസാനം ഈ സാഗറിന് പണം കൊടുക്കാതിരുന്നപ്പോ വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പൊ ഇങ്ങനെ ഈ കള്ളത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പ്രതിഭാഗത്തുനിന്ന് പല തവണ ഈ കേസിന് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് തവണ ഇത് തന്നെ 87 ദിവസം ഒരു പോലീസ് ഓഫീസറെ 87 ദിവസമാണ് വിചാരണ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 87 ദിവസം ഞാൻ അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് പലതും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എങ്കിലും കേൾവി പല കാര്യങ്ങളിലും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അവിടെ അതുപോലെ തന്നെ ഈ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ അതിനകത്ത് മുഖ്യ സാക്ഷി, ബാലേന്ദ്രകുമാറിനെ ഏതാണ്ട് 46 ദിവസത്തോളമാണ് വിചാരണ ചെയ്തത്. ഈ 46 ദിവസത്തിൽ അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടന്നിട്ട് പോലും, ഇപ്പൊ സീരിയസ് ആയി കിടക്കുകയാണ്, സുഖമില്ലാതെ കിടന്നിട്ട് പോലും ഈ ബാലേന്ദ്രകുമാറിനെ അവിടെ നിർബന്ധപൂർവ്വം അവിടെ കോടതിയിൽ ഇരുത്തി അങ്ങേരെ 46 ദിവസം വിചാരണ ചെയ്തു. അപ്പൊ ഇതാരാണ് ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോയത്? എനിക്ക് സംശയം എന്താണെന്നറിയോ ഗോവിശൻ, ഇത്രയും ദിവസങ്ങളായിട്ട് ആരെങ്കിലും സുപ്രീം കോടതിയിൽ ഈ വിചാരണ നീളുന്നതിനെ കുറിച്ച് ഈ പ്രോസിക്യൂഷനോ സർക്കാരോ എന്തെങ്കിലും പറഞ്ഞു? പ്രോസിക്യൂഷനെ ഞാൻ കുറ്റം പറയുമൊന്നുമല്ല. അല്ല ശ്രീ ബൈജു കൊട്ടാരക്കര, ഒന്ന് ഇതിന് സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഇപ്പൊ ജനുവരിയിൽ ആ സമയപരിധി അവസാനിച്ചു. അതിനുശേഷം ഇന്നും ഇപ്പോൾ കോടതിയിൽ പറഞ്ഞത് ദിലീപിന്റെ, അതായത് 8ാം പ്രതിയുടെ അഭിഭാഷകൻ ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്നാണ്